ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ എനിക്കറിയാം, ഇതിനകത്ത് ഈ കഴുത്ത് സംബന്ധമായ പ്രയാസമുള്ളവർ, കഴുത്തിന് തിരിക്കുവാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, മടക്കുവാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? കഴുത്തുമായി ബന്ധപ്പെട്ട് അവർ മുമ്പോട്ട് വന്നേ. ആ കഴുത്തിന് പ്രയാസമുള്ളവർ മുമ്പോട്ട് വന്നാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വേഗത്തിൽ വന്നോ. കഴുത്ത് സംബന്ധമായ പ്രയാസമുള്ളവർ, കഴുത്തിന് പ്രയാസമുള്ളവർ. ബാക്കിയുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്യഭാഷകളിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ശബ്ദത്തെ ഉയർത്തി വായി തുറന്ന് പ്രാർത്ഥിക്കണം. എത്ര നാളായിട്ട് കഴുത്തിന് പ്രയാസമുണ്ട്? എത്ര വർഷങ്ങളായിട്ടുണ്ട്. ഓക്കെ. സിസ്റ്റർ എന്താ പ്രയാസമുള്ളത്? തലനീരിറക്കം. ഓക്കെ, ഇവിടെ കയറിയിരുന്നു. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, യേശുവിൻ്റെ ശുശ്രൂഷയാണ് തൻ്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അതേ യേശു ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ കടന്നു വന്ന ഈ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ വന്ന് നിൽക്കുക, ദൈവം തരുന്ന വചനം പറയുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇന്നത് ചെയ്യാൻ പറയുക, അത് ചെയ്യുക. അത്രേ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുഴുവൻ മഹത്വം കർത്താവിന്. ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര ഭാരപ്പെട്ടാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു പക്ഷേ നിലവിളിച്ചിട്ടായിരിക്കും ഇവിടെ വന്നത്. ഒരു പക്ഷേ ഇന്നലെ രാത്രി നിങ്ങൾ വേദന കാരണം ഉറങ്ങിക്കാണത്തില്ല. ഒരു പക്ഷേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ വേദന കാരണം കഷ്ടപ്പെടുകയായിരിക്കാം. പല മരുന്നുകളും കഴിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഹൃദയത്തിലെ വേദന നിങ്ങൾ അവിടെ ഇരുന്ന് നിലവിളിച്ച് കാണും. ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നീ ഇതൊന്നും അറിയുന്നില്ലേ? എനിക്കൊരു സൗഖ്യം കിട്ടത്തില്ലേ എന്ന് വേദനിച്ചായിരിക്കാം നിങ്ങളിവിടെ വന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരുന്നപ്പം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊരു നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കാണാൻ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കർത്താവ് നിൻ്റെ കണ്ണുനീരിനെ കാണുന്നവനാണ്. കർത്താവ് നിൻ്റെ സങ്കടത്തെ കാണുന്നവനാണ്. കർത്താവ് നിൻ്റെ പ്രതിസന്ധിയെ കാണുന്നവനാണ്. കർത്താവ് നിൻ്റെ പ്രതികൂലത്തിൽ തുണ നിൽക്കുന്നവനാണ്. അവൻ നിന്നെ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല. എല്ലാവരും ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഹോദരി സൗഖ്യമാകുന്നു. ഇവരെ പിടിച്ചോ, അവരുടെ ശരീരത്തിൽ നിന്ന്, ഇവരുടെ കഴുത്തേന വേദന പോകുന്നു. പിടിച്ചോട്ടെ. പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. ഇത് പോകുന്നു. പോട്ടെ. നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, അത്ഭുത അധികാരത്തിൽ, യേശു നാമത്തിൻ്റെ അധികാരത്തിൽ പിതാവേ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല സമയമാണ്. ഇവരിവിടെ കിടക്കുമ്പോൾ നിങ്ങൾ കൈ നീട്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ഇവരെ തൊടുന്നു. നിങ്ങൾ വിശ്വാസത്തെ കാണണം. നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ഇപ്പോൾ ഇതാ സൗഖ്യത്തിൻ്റെ വലിയ ശക്തി ഇവരുടെ മേലെ ഇറങ്ങിയിരിക്കുക. അതിൻ്റെ എന്തായിരുന്നു പ്രയാസം? കഴുത്ത് വേദന, മരയിപ്പോരും. മെഡിക്കൽ ടെസ്റ്റ് മരുന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മാറിയില്ല എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം. അപ്പൊ ഇപ്പൊ കഴുത്തൊക്കെ അങ്ങ് തിരിച്ചോ? എന്താ ചെയ്യാൻ പറ്റാതിരുന്നൊക്കെ ചെയ്ത് നോക്കിക്കോ, നല്ല പോലെ ചെയ്ത് നോക്കിക്കോ. കൈ തിരിക്കണമെങ്കിൽ കൈ തിരിച്ചോ, കഴിച്ച് കുനിക്കണമെങ്കിൽ കുനിച്ചോ, എന്താന്ന് വെച്ചാൽ ചെയ്യും. യേശുവേ മഹത്വം അങ്ങേക്ക് മഹത്വം. എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞു സിസ്റ്റർ, അങ്ങോട്ട് തിരിഞ്ഞു മൈക്ക് കൊടുത്തു. അങ്ങോട്ട് ആൾക്കാരെ നോക്കി പറഞ്ഞു. വേദന പൂർണ്ണമായി സൗഖ്യമായി. ആമേൻ. എത്ര 2 വർഷത്തോളമായ വേദനയായിരുന്നു അല്ലേ? ഇപ്പം ആ പ്രയാസം ഇല്ല. കഴുത്ത് തിരിക്കുമ്പോൾ ഇല്ല. ഒന്ന് കരങ്ങളടിച്ച് യേശു ഇന്ന് പകൽ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ യേശു നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്.